ഇപ്പോൾ വടക്കുനോക്ക് കേന്ദ്രം ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി ദിനേശൻ കത്തെഴുതുന്ന സീനിൽ എടുക്കാൻ തുടങ്ങുകയാണ്. ക്യാമറമാൻ വേണു എന്നോട് ചോദിച്ചു, ആദ്യത്തെ ഷോട്ട് ക്യാമറ എവിടെയാണ് വെക്കേണ്ടത്? ഞാനൊന്ന് ഞെട്ടി. ഈ സീൻ എഴുതുന്ന സമയത്ത് ദിനേശൻ എങ്ങനെയാണ് കത്തെഴുതുക എന്നൊക്കെ അറിയാം, പക്ഷേ പിന്നെ അത് ക്യാമറയിലേക്ക് പകർത്തുന്നതും രണ്ട് കാര്യമാണ്. ദിനേശൻ്റെ മുറിയിൽ 4 ഭാഗത്തും നോക്കി, 4 മൂലയിലും വേണമെങ്കിൽ ക്യാമറ വെക്കാം, മുറിയിൽ നടുവിൽ വേണമെങ്കിൽ ക്യാമറ വെക്കാം, കട്ടിലിൻ്റെ മേലെ വേണമെങ്കിൽ ക്യാമറ വെക്കാം, പക്ഷേ എവിടെ വെക്കും? ഞാൻ വിഷ്വലൈസ് ചെയ്തു പല കാര്യങ്ങളും എഴുതുമ്പോൾ, പക്ഷേ അത് പ്രായോഗികമായി ക്യാമറയിലൂടെ ഏതൊക്കെ ഷോട്ടുകൾ ഉപയോഗിക്കാം എന്നുള്ളതിനെപ്പറ്റി, ആംഗിളുകളെപ്പറ്റി, ലെൻസുകളെപ്പറ്റി ഞാൻ ആലോചിച്ചിരുന്നില്ല. വേണുവിൻ്റെ അടുത്ത് പറഞ്ഞു, വേണു ഇപ്പോൾ ഈ ദിനേശൻ കത്തെഴുതുന്ന ഈ രംഗം വേണുവിനെ സംബന്ധിച്ചിടത്തോളം ക്യാമറ എവിടെ വെക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം? അതായത് വേണു എന്നെ പോലെയുള്ള എത്രയോ മണ്ടന്മാരുടെ കൂടെ നേരത്തെ വർക്ക് ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് വേണുവിൻ്റെ സംഗതി പിടികിട്ടി. അങ്ങനെ എന്നോട് പറഞ്ഞു, ശ്രീനി ഇവിടെ ഇരുന്നിട്ട് കത്തെഴുതൂ, ഞാൻ ക്യാമറ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എഴുതുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അല്പം കോമൺ സെൻസ്, അല്പം വായന ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമർ പഠിക്കാത്ത ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. സാങ്കേതികമായ ഒരു സമുദ്രമാണ് ശരിക്കും പറഞ്ഞാൽ സംവിധാനം എന്ന് പറയുന്ന, അത് വഴങ്ങുക എന്ന് പറയുന്നത്.